പത്തനാപുരം താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണത്തെ വിമർശിച്ച ആരോഗ്യമന്ത്രി കെ മുരളീധരന് മറുപടിയുമായി മുൻ മന്ത്രി കെ ബി ഗണേഷ് കുമാർ. പത്തനാപുരം താലൂക്ക് ആശുപത്രിയെ നശിപ്പിക്കാനുള്ള നീക്കമാണ് മന്ത്രിയും എംഎൽഎയും ചേർന്ന് നടത്തുന്നതെന്ന് മുൻ എംഎൽഎ കെ ബി ഗണേഷ് കുമാർ. പരാമർശം കേട്ടതിൽ എനിക്ക് പറഞ്ഞാൽ അഭിമാനവുമുണ്ട്, അതേസമയത്ത് പത്തനാപുരത്തെ ജനങ്ങളെ ഓർത്ത് ദുഃഖവുമുണ്ട്. കാരണം പത്തനാപുരത്ത് ഉള്ളതെല്ലാം അന്തർദേശീയ നിലവാരമുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. സാധാരണക്കാരും പാവപ്പെട്ടവരും പോകുന്ന ഒരു താലൂക്ക് ആശുപത്രി, ആ ആശുപത്രിയിൽ പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ ഒരുക്കണം എന്ന് ആഗ്രഹിച്ച LDF സർക്കാർ 99 കോടി രൂപ വെച്ചാണ് ഈ ആശുപത്രിയിൽ അതിനകത്ത് ഫർണിച്ചറും ഉപകരണങ്ങളും എല്ലാം ചേർത്ത് വാങ്ങിയത്. അത് വളരെ നിസ്സാരമാണ് എന്ന് കണ്ടുകൊണ്ട് അത് ഉപയോഗശൂന്യമാണെന്ന് വരുത്തി തീർത്ത് പണി തീർക്കാതിരിക്കാനുള്ള ഇപ്പോഴത്തെ MLA-യുടെ ഒരു പദ്ധതി. അതിന്റെ ഭാഗമായിട്ട് കൊറോണ എന്തുവാ, പിന്നെ ഡെങ്കിപ്പനി എന്തുവാന്ന് അറിയാത്ത കേരളത്തിന്റെ പഴയ കോൺഗ്രസ്സുകാരുടെ കിങ്ങിണിക്കൂട്ടനെ പത്തനാപുരത്ത് കൊണ്ടുവന്ന് ഇത് പറയിച്ചത് ഒട്ടും ശരിയായില്ല. പത്തനാപുരത്തുകാരെ അപമാനിക്കുകയാണ് ചെയ്തത്. പത്തനാപുരത്തുകാർ തിരിച്ചറിയുക, നിങ്ങൾക്ക് പറ്റിയ അബദ്ധം എന്താണ്. LDF-നോട് സ്വീകരിച്ച സമീപനത്തിന്റെ, എന്നോട് സ്വീകരിച്ച സമീപനത്തിന്റെ പ്രതിഫലനം എന്താണെന്നറിയാം. നിങ്ങൾക്ക് കിട്ടേണ്ട പഞ്ചനക്ഷത്ര സൗകര്യമുള്ള, സാധാരണക്കാർക്ക് സൗജന്യ ചികിത്സ കിട്ടുന്ന താലൂക്ക് ആശുപത്രി എത്തരത്തിൽ കാണുകയും എത്തരത്തിൽ നിസ്സാരമായി കാണുകയും നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യം അവിടുത്തെ മന്ത്രിയെക്കുറിച്ചും MLA-യെക്കുറിച്ചും എല്ലാവരും മനസ്സിലാക്കിയാൽ നല്ലതാണ്. പഞ്ചനക്ഷത്ര സൗകര്യങ്ങളോടെ സൗജന്യ ചികിത്സ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ആശുപത്രി എത്ര നിസ്സാരമായാണ് അവർ കാണുന്നതെന്നും ആശുപത്രി ഏത്, ഹോട്ടൽ ഏത് എന്ന് തിരിച്ചറിയാത്തത് തന്റെ പ്രശ്നമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.